വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സാധ്യതകൾ എത്രത്തോളമുണ്ട്? എത്ര സീറ്റുകളിൽ ബി ജെ പിക്ക് ജയിക്കാൻ സാധിക്കും? നിയമം തിരിച്ചു പിടിക്കാൻ കഴിയുമോ? ഏറ്റവും ചുരുങ്ങിയത് ഒരു സീറ്റെങ്കിലും ബി ജെ പി നേടുമോ? അല്ലെങ്കിൽ അതിലേറെ സീറ്റുകൾ 10-15 സീറ്റ് വരെയൊക്കെ ബി ജെ പി എത്തുമോ? ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ വളരെ സജീവമായിട്ട് നടക്കുന്നുണ്ട്. എന്തായാലും ഏത് വിധേനയും താമരകൾ വിരിയിക്കാനുള്ള ഒരു ശ്രമവുമായി ബി ജെ പി മുന്നോട്ട് പോവുകയാണ്. കാരണം അതിനൊരു ഊർജ്ജം പകരുന്ന ഒരു ഗംഭീര വിജയം തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേതൃത്വത്തിൽ ഭാരതീയ ജനതാ പാർട്ടി സ്വന്തമാക്കിയത്. നല്ലൊരു ഹൈപ്പ് ഇപ്പോൾ നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികം വൈകാതെ തിരുവനന്തപുരത്ത് എത്തും. തിരുവനന്തപുരം നഗരത്തിൻ്റെ വികസന പദ്ധതി അദ്ദേഹം പ്രഖ്യാപിക്കും. മിക്കവാറും ആ ഒരു വേളയിൽ തന്നെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥികളെ ബി ജെ പി പ്രഖ്യാപിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഊർജിതമായിട്ടുള്ള കർമ്മ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് പാർട്ടി. കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. 5 നിയോജക മണ്ഡലങ്ങളിലായിട്ട് നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പ്രദേശമാണ്. ഏതാണ്ട് 10 ലക്ഷത്തോളം ജനങ്ങളുള്ള ഒരു കോർപ്പറേഷൻ്റെ ഭരണം ബി ജെ പിയുടെ കൈകളിൽ എത്തിയിരിക്കുകയാണ്. കാരണം തിരുവനന്തപുരം ജില്ലയിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏറ്റവും അനുകൂലമാകുന്നത് ആ ഒരു വിന്നബിലിറ്റി എന്ന് പറയുന്ന ഒരു ഫാക്ടർ തന്നെയാണ്. കാരണം ബി ജെ പി കേരളത്തിൽ പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളി എന്നുള്ളത് വിന്നബിലിറ്റി ഇല്ലായ്മയാണ്. അതായത് ബി ജെ പി വിജയിക്കാൻ സാധ്യതയില്ല, അതുകൊണ്ട് ഞങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നില്ല എന്ന് തീരുമാനിക്കുന്ന ഒരുപാട് പേരുണ്ട് കേരളത്തിൽ. നേരെ മറിച്ച് ബി ജെ പി ജയിക്കുന്നൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാകുന്ന വലിയൊരു വിഭാഗം കേരളത്തിലുണ്ട്. അപ്പോൾ ഈ ഒരു സൈലൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സോക്കോൾഡ് നിഷ്പക്ഷരായുള്ള ആളുകളെ ഇങ്ങോട്ട് അടർത്തി മാറ്റാൻ തിരുവനന്തപുരം ജില്ലയിൽ എന്തായാലും ബി ജെ പിക്ക് സാധിക്കും. ആ രീതിയിലുള്ള ഒരു പാറ്റേൺ ആണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. കാരണം 50 വാർഡുകളിൽ വിജയിക്കുക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. ബി ജെ പിയെ സംബന്ധിച്ച് ഡെമോഗ്രഫിയൊക്കെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ഒരു റിസൾട്ട് തന്നെയാണ് പലയിടങ്ങളിലും ബി ജെ പി ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആ ഒരു വലിയ മുന്നേറ്റം തന്നെയാണ് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ പ്രതീക്ഷ നൽകുന്നത്. കാരണം നേമം, വട്ടിയൂർക്കാവ് ഈ 2 മണ്ഡലങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒന്നാമതെത്താൻ സാധിച്ചു. അതായത് ഈ നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ബി ജെ പി ആണ് ഒന്നാമത്. എൻ ഡി എക്ക് ആകെ 2 നിയമസഭാ മണ്ഡലങ്ങളാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫിഗർ നോക്കുമ്പോൾ ലീഡ് നേടാൻ സാധിച്ചത്. അതിൽ 2 എണ്ണം തിരുവനന്തപുരം ജില്ലയിലാണ്. ഒന്ന് നേമം, ഒന്ന് വട്ടിയൂർക്കാവ്. വട്ടിയൂർക്കാവ് 2000-ലധികം ഭൂരിപക്ഷവും നേമത്ത് 5000-ഓളം ഭൂരിപക്ഷവും ബി ജെ പിക്ക് ലഭിച്ചിട്ടുണ്ട്. വലിയൊരു മുന്നേറ്റമാണ് ഈ 2 നിയോജക മണ്ഡലങ്ങളിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നേടാൻ സാധിച്ചത്. അതുകൂടാതെ തന്നെ കഴക്കൂട്ടത്ത് ഒരു വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. കാരണം 13 വാർഡുകൾ, 28 വാർഡുകൾ ഉണ്ടായിരുന്ന കഴക്കൂട്ടത്ത് 13 വാർഡുകളിൽ വിജയിക്കാൻ ബി ജെ പിക്ക് സാധിച്ചു. കഴക്കൂട്ടം പിടിച്ചതുകൊണ്ടാണ് കോർപ്പറേഷൻ ഭരണത്തിലേക്ക് എത്താൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് കഴിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴക്കൂട്ടം വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു നിയമസഭാ മണ്ഡലം തന്നെയാണ്. കുറച്ച് വോട്ടുകൾക്കാണ് ബി ജെ പി ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്തേക്ക് വന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫിഗർ നോക്കുകയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖറിൻ്റെ മുന്നേറ്റത്തിൽ ഈ പറയുന്ന കഴക്കൂട്ടം, അതുകൂടാതെ വട്ടിയൂർക്കാവ്, നേമം ഈ 3 മണ്ഡലങ്ങളിലും അദ്ദേഹത്തിന് ലീഡ് ചെയ്യാൻ സാധിച്ചിരുന്നു. വട്ടിയൂർക്കാവിൽ 8000-ലധികം ഭൂരിപക്ഷവും കഴക്കൂട്ടത്ത് 10000-ലധികം ഭൂരിപക്ഷവും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. നേമത്താണെങ്കിൽ 22,000-ഓളം വരുന്ന ഒരു ഭൂരിപക്ഷം രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചിരുന്നു. അപ്പോൾ ഇതെല്ലാം പോസിറ്റീവായുള്ള കാര്യമാണ്. അതുകൂടാതെ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയിലും ആറ്റിങ്ങലിലും ഒന്നാമതെത്താൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് സാധിച്ചിരുന്നു. കാട്ടാക്കടയിലൊക്കെ ഒരു ഫിക്സഡ് വോട്ട് ബി ജെ പിക്ക് ഉണ്ട്. ഏതാണ്ട് 40,000-നടുത്ത് വോട്ടുള്ള ഒരു നിയോജക മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ കാട്ടാക്കട, ആറ്റിങ്ങൽ, കഴക്കൂട്ടം, നേമം, വട്ടിയൂർക്കാവ് ഈ മണ്ഡലങ്ങളെല്ലാം ഒന്ന് നന്നായിട്ട് ബി ജെ പി പരിശ്രമിക്കുകയാണെങ്കിൽ അവിടെയൊക്കെ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും, ഒരു വിജയത്തിലേക്ക് എത്താൻ പറ്റും എന്നുള്ള ഒരു അനാലിസിസ് പൊതുവേ ഉണ്ട്. അതുകൂടാതെ തിരുവനന്തപുരം മണ്ഡലം, തിരുവനന്തപുരം സെൻട്രൽ എന്നറിയപ്പെടുന്ന മണ്ഡലത്തിൽ ഇത്തവണ 2ാം സ്ഥാനത്താണ് ബി ജെ പി വന്നിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2ാം സ്ഥാനത്താണ് വന്നിരിക്കുന്നത്. ചില മേഖലകൾ ന്യൂനപക്ഷ കേന്ദ്രീകൃത മേഖലകളാണ്. അതുകൊണ്ട് തന്നെ അവിടെ വിജയിക്കാൻ ബി ജെ പിക്ക് സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിൽ നല്ലൊരു സ്ഥാനാർത്ഥിയൊക്കെ കൊണ്ടുവരാൻ സാധിക്കുകയാണ്. ഒരു മികച്ച സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് നിഷ്പക്ഷ വോട്ടുകളൊക്കെ നേടിയെടുക്കാൻ പറ്റുന്നൊരു സ്ഥാനാർത്ഥിയാണെങ്കിൽ അത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി. അവിടെയും വേണമെങ്കിൽ ബി ജെ പിക്ക് ജയിക്കാൻ പറ്റും. പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിലെ പല പ്രധാനപ്പെട്ട വാർഡുകളും നിൽക്കുന്നത് ഈ തിരുവനന്തപുരം സെൻട്രലിലാണ്. അപ്പോൾ അവിടെയൊക്കെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വാർഡുകളൊക്കെ വമ്പൻ മുന്നേറ്റം ഉണ്ടാക്കാൻ ബി ജെ പിക്ക് ഇത്തവണ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഒരു വലിയ പ്രതീക്ഷയാണ്. അപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ച് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് തിരുവനന്തപുരത്താണ്. കാരണം തിരുവനന്തപുരത്ത് പരമാവധി കോൺസെൻട്രേറ്റ് ചെയ്ത് പരമാവധി സീറ്റുകൾ നേടാനുള്ളൊരു ശ്രമമാണ് പാർട്ടി നടത്തേണ്ടതെന്ന് തോന്നുന്നു. ആ രീതിയിലുള്ള ഒരു ഊർജിത പദ്ധതി ഉടൻ തന്നെ
കൊണ്ടുവരും. പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണ രംഗത്ത് വളരെ സജീവമാകുക, എന്നിട്ടൊരു മുൻകൈ നേടുക എന്നുള്ളതാണ്. കാരണം കോർപ്പറേഷൻ ഭരണം വന്നതോടുകൂടി കുറേ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് ആ രീതിയിൽ തന്നെ ജനങ്ങൾക്കിടയിൽ ഒരു ക്രെഡിബിലിറ്റി ഫാക്ടർ കൊണ്ടുവരാൻ BJPക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് നരേന്ദ്രമോദി ഫാക്ടർ ഒരു വലിയ ഫാക്ടർ തന്നെയാണ്. കാരണം കേരളത്തിലാണെങ്കിലും മോദി ഒരു എക്സ്ട്രാ വോട്ട് BJPക്ക് നേടിക്കൊടുക്കുന്ന, അതായത് BJPയുടെ ട്രഡീഷണൽ വോട്ടിനപ്പുറം നിഷ്പക്ഷ വോട്ടുകൾ ഒരുപാട് നേടിക്കൊടുക്കുന്ന ഒരു ഫാക്ടറാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ BJPക്ക് 50 വാർഡുകൾ ജയിക്കാൻ സാധിച്ചത് മോദിയുടെ ഒരു ഇമ്പാക്റ്റ് തന്നെയാണ്. കാരണം മോദി വരുന്നു, മോദിയുടെ ഒരു ഗ്യാരണ്ടി ഉണ്ടാവാൻ പോകുന്നു, മോദി വന്ന് വമ്പൻ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു, വികസിത തിരുവനന്തപുരം അല്ലെങ്കിൽ അനന്തപുരി എന്നുള്ള രീതിയിലുള്ള ആ ഒരു ബ്ലൂ പ്രിന്റ് കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ള ആ ഒരു പ്രചരണം ജനങ്ങൾക്കിടയിൽ വലിയൊരു ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മോദി ഫാക്ടർ പരമാവധി യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കണം. അദ്ദേഹത്തിൻ്റെ വരവൊക്കെ 1, 2, 3 തവണ അദ്ദേഹം തിരുവനന്തപുരം നഗരത്തിലേക്ക് വരികയാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അതൊരു വലിയ മാറ്റത്തിലേക്ക് തന്നെ വഹിക്കും, അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള ഒരു പോക്കുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറത്ത് എത്രത്തോളം സാധ്യതകളുണ്ടെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. എവിടേക്കാണ് BJPക്ക് വിജയിക്കാൻ കഴിയുക, അല്ലെങ്കിൽ ഹോപ്പ് എവിടേക്കാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മളത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 9 നിയോജക മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്തെത്താൻ പാർട്ടിക്ക് കഴിഞ്ഞിരുന്നു. അതായത് നിയമം നഷ്ടപ്പെട്ടെങ്കിൽ പോലും 9 സ്ഥലത്ത് 2ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാൻ BJPക്ക് സാധിച്ചു എന്നുള്ളതൊരു വലിയ ഒരു മുന്നേറ്റം തന്നെയായിരുന്നു. പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ എവിടെയൊക്കെ സാധ്യതകളുണ്ട്? അപ്പം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ മികച്ചൊരു പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു റിസൾട്ട് തന്നെയാണ് BJPക്ക് ഉണ്ടാക്കാൻ പറ്റിയത്. കാരണം 11 നിയോജക മണ്ഡലങ്ങളിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 11 നിയോജക മണ്ഡലങ്ങളിൽ BJP ഒന്നാമതെത്തി, 8ഇടത്ത് 2ാം സ്ഥാനത്ത് വന്നു എന്നുള്ളതാണ്. ഈ 11 നിയമസഭാ മണ്ഡലങ്ങൾ, അതായത് BJP ഒന്നാമതെത്തിയ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 5 തിരുവനന്തപുരം ജില്ലയിലാണ്. കാട്ടാക്കട, ആറ്റിങ്ങൽ, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, നേമം. പിന്നെ വരുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. 6 നിയോജക മണ്ഡലങ്ങളാണ് തൃശ്ശൂർ ജില്ലയിൽ വരുന്നത്. പക്ഷേ ആ ഒരു പെർഫോമൻസ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ആവർത്തിക്കാൻ പറ്റുമോ എന്നുള്ളതൊരു ചോദ്യം തന്നെയാണ്. പ്രത്യേകിച്ച് സുരേഷ് ഗോപിയുടെ ഒരു ഇമ്പാക്റ്റിൻ്റെ പുറത്ത് പിന്നെ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ, കരുവന്നൂർ വിഷയം, അപ്പോൾ ഇതെല്ലാം ഒരു വലിയ ഫാക്ടറായി വന്നിട്ട് ഒരു മാറ്റത്തിനായിട്ട് ജനങ്ങൾ വോട്ട് ചെയ്തു. അതുമാത്രമല്ല സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ടുള്ളൊരു സിമ്പതി വേവ് ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം ജയിക്കണം, നാടിന് എന്തെങ്കിലും ഗുണം വേണമെങ്കിൽ അദ്ദേഹം വരണം എന്നുള്ളൊരു താല്പര്യം ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. ക്രിസ്ത്യൻ വോട്ട് വലിയ തോതിൽ BJPയിലേക്ക് ഒഴുകി. അതിൻ്റെ ഭാഗമായിട്ടാണ് തൃശ്ശൂർ, ഒല്ലൂർ, നാട്ടിക, പുതുക്കാട്, മണലൂർ, ഈ മണ്ഡലങ്ങളിലെല്ലാം, ഇരിങ്ങാലക്കുട, ഈ മണ്ഡലങ്ങളെല്ലാം BJPക്ക് ജയിക്കാൻ സാധിച്ചത്. പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത്ര പ്രോമിസിംഗ് ആയ ഒരു റിസൾട്ട് അല്ല വന്നിരിക്കുന്നത്. തൃശ്ശൂർ കോർപ്പറേഷനിൽ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ BJPയുടെ വോട്ട് പിടിച്ചു എന്നല്ലാതെ എക്സ്ട്രാ വോട്ടൊന്നും BJPക്ക് നേടാൻ സാധിച്ചില്ല. അതുമാത്രമല്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആ ഒരു ആവേശം ജനങ്ങൾക്കിടയിൽ BJPക്ക് അനുകൂലമായിട്ടുണ്ടായില്ല. ക്രിസ്ത്യൻ വോട്ടൊക്കെ തിരികെ UDFിലേക്ക് പോയി എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ എത്രത്തോളം സാധ്യതയുണ്ടെന്നുള്ളതൊരു ചോദ്യമായിട്ട് നിൽക്കുകയാണ്. പിന്നെ പാലക്കാട്, മഞ്ചേശ്വരം, ഈ 2 മണ്ഡലങ്ങളാണ് BJPക്ക് ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ. പിന്നെ അതുകൂടാതെ മലമ്പുഴയിലും നല്ല പെർഫോമൻസാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചത്. പക്ഷേ പാലക്കാട് നഗരപരിധിക്ക് പുറത്ത് BJPക്ക് വലിയ സ്വാധീനമില്ല എന്നത് വലിയൊരു പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. നഗരസഭയിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയാൽ അതുകൊണ്ട് മണ്ഡലം പിടിക്കാനുള്ളൊരു സാധ്യത പൊതുവെ കുറവാണ്. പിന്നെ നല്ലൊരു സ്ഥാനാർത്ഥി, ഇപ്പോൾ ശോഭാ സുരേന്ദ്രനൊക്കെ പോലുള്ളൊരു സ്ഥാനാർത്ഥി വരികയാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടായേക്കാം എന്നുള്ള ഒരു അനാലിസിസ് പൊതുവേ ഉണ്ട്. പിന്നെ മഞ്ചേശ്വരത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ മതത്തിൻ്റെ ബേസിൽ വോട്ട് ചെയ്യുന്നത് തന്നെയാണ്. കാരണം വർഷങ്ങളായിട്ട് BJP അകറ്റി നിർത്തുന്നത് ഈ ടാക്ടിക്കൽ വോട്ടിംഗ് തന്നെയാണ്. അതിപ്പം കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം നടന്നൊരു പരിപാടിയിൽ, ഹോർത്തൂസ് പരിപാടിയിൽ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് മുസ്ലിംസിൻ്റെ ആ ഒരു വോട്ടിംഗ് പാറ്റേൺ, കാരണം CPMലെ മുസ്ലിംസ് ആണെങ്കിൽ ഏത് പാർട്ടിയിലെ മുസ്ലിംസ് ആണെങ്കിൽ അവർ കൃത്യമായിട്ട് തന്നെ ടാക്ടിക്കലായിട്ട് BJPയെ പരാജയപ്പെടുത്താൻ വേണ്ടി വോട്ട് ചെയ്യും. അല്ലെങ്കിൽ മഞ്ചേശ്വരത്ത് ശരിക്കും വിജയിക്കേണ്ട ഒരു അവസ്ഥയിലായിരുന്നു സുരേന്ദ്രൻ ഉണ്ടായിരുന്നത്. ചെറിയ വോട്ടുകളൊക്കെയാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. 10,000, 12,000 വോട്ടുകളൊക്കെ അദ്ദേഹം അധികം പിടിച്ചിട്ട് പോലും വിജയിക്കാൻ സാധിച്ചില്ല. ചെറിയ ഭൂരിപക്ഷത്തിന് തോൽക്കുന്നു എന്നുള്ളൊരു സാഹചര്യം ആ ഒരു ടാക്ടിക്കൽ വോട്ടിങ്ങിനെ മറികടന്ന് BJPക്ക് വിജയിക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. 48% ഹിന്ദു ജനസംഖ്യ മാത്രമുള്ള ഒരു നിയോജക മണ്ഡലമാണ് മഞ്ചേശ്വരം. അപ്പോൾ അതും ഒരു ഫാക്ടറായിട്ട് നിൽക്കും. പിന്നെയുള്ള മറ്റ് പല മണ്ഡലങ്ങളിലും BJPക്ക് നല്ല രീതിയിലുള്ള വോട്ട് ഉണ്ട്. ഒരുപാട് മണ്ഡലങ്ങളുണ്ട്. ഇപ്പോൾ ചാത്തന്നൂരുണ്ട്, അതുകൂടാതെ ആലപ്പുഴയിലെ പല മണ്ഡലങ്ങൾ, കായംകുളം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലൊക്കെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ തൃപ്പൂണിത്തറ ഒരു സാധ്യതയുള്ള മണ്ഡലങ്ങളാണ്. പക്ഷേ ഇവിടെയൊക്കെ BJP നേരിടുന്ന ഒരു പ്രശ്നം നഗരസഭയ്ക്ക് പുറത്ത്, ഇപ്പോൾ തൃപ്പൂണിത്തറയാണെങ്കിലും നഗരസഭയ്ക്ക് പുറത്ത് വലിയ ഒരു സ്വാധീനം BJPക്ക് ഇല്ല എന്നതാണ്. അപ്പോൾ ആ രീതിയിൽ അതിനെ മറികടക്കാൻ പറ്റുന്നൊരു വേവ് പാർട്ടിക്ക് കൊണ്ടുവരാൻ സാധിക്കുകയാണ്. കൂടുതൽ മണ്ഡലങ്ങളിൽ ചിലപ്പോൾ ജയിക്കാനുള്ളൊരു സ്കോപ്പ് ഉണ്ട് എന്നുള്ളതാണ് വിലയിരുത്തൽ. എന്തായാലും നമുക്കിപ്പോൾ ഒരു കറക്റ്റ് വിലയിരുത്തലിലേക്കൊന്നും പോകാൻ സാധിക്കില്ല. കാരണം ഇനിയും
4 മാസങ്ങൾ ബാക്കിയുണ്ട്. ഒരുപാട് മാറ്റങ്ങളും അടിയൊഴുക്കുകളും ഒക്കെ രാഷ്ട്രീയത്തിൽ സംഭവിക്കും. കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഒരുപാട് വിഷയങ്ങൾ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തന്നെ UDF-ൻ്റെയും മതമൗലികവാദ സംഘടനകളുമായിട്ടുള്ള കൂട്ടുകെട്ട്, ജമാഅത്തെ ഇസ്ലാമി, SDP ഇതൊക്കെ വലിയൊരു ചർച്ചയായിട്ട് മാറും. അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ BJPക്ക് സാധിക്കുകയാണ്. പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ കോഴിക്കോടൊക്കെ BJP ഉണ്ടാക്കിയ മുന്നേറ്റം, ഇപ്പോൾ കോഴിക്കോട് നോർത്തിലൊക്കെ BJPക്ക് വേണമെങ്കിൽ വിജയിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം നിലവിലുണ്ട്. പക്ഷേ പാർട്ടിയുടെ വരും ദിവസങ്ങളിലെ പ്രവർത്തനങ്ങൾ, അവരെങ്ങനെ സ്ട്രാറ്റജിയെ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു, അതൊക്കെ ഒരു നിർണായക ഘടകമായിട്ട് മാറും. എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ മനസ്സിലാക്കാം എത്രത്തോളം കാര്യങ്ങൾ മാറി മറയുമെന്നത്.